അൻവർ ചെറിയ മീനല്ല. മാഫിയ സംഘങ്ങളും കള്ളക്കടത്ത് സംഘങ്ങളുമാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇവരുടെ സ്വത്ത് പങ്കുവയ്ക്കുന്ന തർക്കത്തിനിടെ പുറത്തു ചാടിയ ഒരാൾ മാത്രമാണ് അൻവർ. കള്ളക്കടത്ത് സംഘത്തിലെ സ്വത്ത് വിഭജന തർക്കത്തിന്റെ ബാക്കിയാണ് ഈ അൻവർ എന്ന് ചൂണ്ടിക്കാണിച്ച് രൂക്ഷ വിമർശനം നടത്തുകയാണ് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് അൻവർ പുറത്ത് ചാടിയതെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. അൻവർ ചെറിയ മീനൊന്നുമല്ല. വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടത്തിയ അൻവറിന്റെ വാക്കുകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടതെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണം. സത്യം പുറത്തുവരട്ടെ. അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കിട്ടാനുള്ള വലിയ വിജയം തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അൻവറിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. പാർട്ടിയും താനുമൊക്കെ പരാതി നൽകിയിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. അൻവറിനെ ബി.ജെ.പി. സ്വാഗതം ചെയ്യുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം അൻവർ പരിധി വിട്ടെന്ന് വ്യക്തമാക്കുകയാണ് മന്ത്രി വി. അബ്ദുറഹ്മാൻ. പേര് നോക്കി വർഗീയവാദിയാക്കുന്ന അനുഭവം തനിക്കറിയില്ല. മലപ്പുറത്തെ പോലീസിനെ കുറിച്ച് അൻവർ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ഉന്നത പദവിയിലിരിക്കുന്നയാളെ വെറുതെ അങ്ങ് പിടിച്ച് പുറത്താക്കാനൊന്നുമാകില്ല. അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടി ഉറപ്പാണെന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി കാക്കി ട്രൗസർ ഇട്ട RSSകാരനെന്ന പരാമർശത്തോട് താൻ ട്രൗസർ പൊക്കി നോക്കിയിട്ടില്ല എന്നായിരുന്നു അബ്ദുറഹ്മാന്റെ മറുപടി. അൻവറിന്റേതിന് സമാനമായി കോൺഗ്രസ് വിട്ട് CPM സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാളാണ് അബ്ദുറഹ്മാനും. അൻവർ വിഷയത്തിൽ കടുത്ത പ്രതികരണങ്ങൾ ഇതുവരെയും അദ്ദേഹം എടുത്തിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിൽ ജലീലിന് പകരം മന്ത്രിസ്ഥാനത്തേക്ക് അൻവറിന്റെയും അബ്ദുറഹ്മാന്റെയും പേരുകൾ പരിഗണിച്ചിരുന്നു. ഒടുവിൽ അബ്ദുറഹ്മാന് നറുക്ക് വീണു. ഇതിനിടെ അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണത്തിൽ ഒരു പ്രത്യേകതയും CPIM-നും LDF-നും ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണം താൽക്കാലികം മാത്രമാണ്. അത് ഫലമുളവാക്കാൻ പോകുന്നില്ല. കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അൻവറിന്റെ കാര്യത്തിൽ ഒരു വേവലാതിയും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. CPIM-നെതിരെ പറയുമ്പോൾ അത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും. അങ്ങനെ വന്നുകൂടിയതാണ് ആളുകൾ. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണോ വേണ്ടയോ എന്നത് അൻവർ തീരുമാനിക്കട്ടെ. ദേശീയ തലത്തിലും സർവ്വദേശീയ തലത്തിലും രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് CPIM. അൻവർ CPIM-നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. CPM-ന്റെ അണികൾ ഭദ്രമാണ്. മുൻകാലങ്ങളിലും ഇതുപോലുള്ള എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.